ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കഴിഞ്ഞ ദിവസം എൻ വാസുവിനെ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തു, അല്ലെ കസ്റ്റഡിയിലെടുത്തു. ഇത് സത്യത്തിൽ ഇനിയിപ്പോ സർക്കാരിനെ കൂടുതൽ വെട്ടിലാക്കുകയല്ലേ ചെയ്യുന്നത്? കാര്യം വാസു എന്ന് പറയുന്നത് എന്താണ്, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എന്നുള്ള അപ്പുറം LDF-ന് അത്രയും, അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിന് അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ്. അപ്പം ഇതിന് AKG സെന്ററിൽ പോലും അത്രയും സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് എൻ വാസു എന്ന് പറയുന്നത്. ഇത് സർക്കാരിനെ കൂടുതൽ വെട്ടിലാക്കുകയും എന്താണ്, സർക്കാരിന്റെ ഉത്തരം മുട്ടിക്കുന്ന തരത്തിലായില്ലേ ഇതിപ്പോ? തീർച്ചയായിട്ടും. അതായത് ഇതുവരെയുള്ള ശബരിമലയിലെ അറസ്റ്റുകളെല്ലാം വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തു, അതുവെച്ച് മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തു, സുധീഷിനെ അറസ്റ്റ് ചെയ്തു. ഇത്തരം അറസ്റ്റുകളൊന്നും തന്നെ CPM-നെ നേരിട്ട് ബാധിക്കാത്ത അറസ്റ്റുകളായിരുന്നു. അതായത് പരോക്ഷമായിട്ട് CPM-നും ദേവസ്വം ബോർഡിനും ഒക്കെ ഉത്തരവാദിത്തം ഉണ്ടെങ്കിലും അവർക്ക് ന്യായീകരിച്ച് പിടിച്ചു നിൽക്കാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നു ആ കാര്യത്തിൽ. ഉദ്യോഗസ്ഥന്മാർ ചെയ്ത തെറ്റാണ്, ഉദ്യോഗസ്ഥന്മാർ ചെയ്ത പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷേ ആ ഒരു ഇളവ് സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്ക് അവർ കൊടുക്കില്ല, അത് വേറെ കാര്യം. പക്ഷെ ഇങ്ങനെയെങ്കിലും ന്യായീകരിക്കാമായിരുന്നു അവർക്ക്. പക്ഷേ വാസുവിൻ്റെ അറസ്റ്റോടുകൂടി CPM എന്താണ്, ഈ ലോകത്തിന് മുന്നിൽ തന്നെ നാണം കിട്ടുമെന്ന് പറയാം. കാരണം ലോകവ്യാപകമായി ഹിന്ദു സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല എന്ന് പറയുന്നത്. അതും അയ്യപ്പന് വളരെ പ്രത്യേകതയുണ്ട്. നമുക്കറിയാലോ, 41 ദിവസം വ്രതമെടുത്ത് കൃത്യമായ ആചാരങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും പോയി ഒരു ഭക്തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്ര സന്ദർശനം അല്ലെങ്കിൽ ഭഗവാനെ കാണുക എന്നൊക്കെ പറയുന്നത് ഹിന്ദു സമൂഹവുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ളതാണ്. അങ്ങനെയുള്ള ഒരു ക്ഷേത്രത്തിനകത്ത്, ഒരു കാനന ക്ഷേത്രത്തിനകത്ത് CPM നിയമിച്ചിട്ടുള്ള ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഒരു ദേവസ്വം കമ്മീഷണർ ഈ തരത്തിൽ തട്ടിപ്പ് നടത്തുമ്പോൾ അതിൽ CPM-നെ കുറ്റപ്പെടുത്താൻ പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. ഒരു വാർഡിൽ നിന്ന് CPM ആദ്യമായി വാസുവിനെ വിജയിപ്പിക്കുന്നു. അതിനുശേഷം അവിടെ കുളനടയിലെ പഞ്ചായത്ത് പ്രസിഡന്റാക്കി കൊണ്ടുവരുന്നു. ആ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയതിനു ശേഷം വാസുവിനെ കൈപിടിച്ചുയർത്തി മറ്റു പല കാര്യങ്ങളിലേക്ക് CPM എത്തിക്കുന്നു. CPM-ന്റെ പലതരത്തിലുള്ള ഇടപാടുകൾക്ക് വേണ്ടി വാസുവിനെ ഉപയോഗിക്കുന്നു. എക്സൈസ് മിനിസ്റ്റർ PK ഗുരുദാസൻ എക്സൈസ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഈ പറയുന്ന വാസു എന്തായിരുന്നു, അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇയാളെ ഒരു ലീഗലായിട്ടുള്ള ഒരു ജഡ്ജായിട്ട്, എനിക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ഓർമ്മയില്ല, പക്ഷെ ഒരു ലീഗലി ഒരു സ്ഥാപനത്തിൻ്റെ ജഡ്ജായിട്ട് നിയമിക്കുന്നു. അതൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് അടിസ്ഥാനമൊന്നുമില്ല. CPM-ന് ഒരു അഭ്യുദയകാംക്ഷി എന്ന് പറയുന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഹൈക്കോടതി നിയമിച്ചിട്ടുള്ള കമ്മീഷനുണ്ട്. ആ കമ്മീഷൻ കൃത്യമായി പറയുന്നുണ്ട്, ശബരിമലയ്ക്ക് പോലുള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനകത്ത് ദേവസ്വം കമ്മീഷണറെ നിയമിക്കുമ്പോൾ അതൊരു IPS ലെവലുള്ള ഉദ്യോഗസ്ഥനായിരിക്കണം, അല്ലെങ്കിൽ റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥനെങ്കിലും ആയിരിക്കണം എന്ന് ആര് പറയുന്നുണ്ട്, ഈ കമ്മീഷൻ പറയുന്നുണ്ട്. പക്ഷെ ആ കമ്മീഷന്റെ എല്ലാ നിർദ്ദേശങ്ങളെയും അവഗണിച്ചുകൊണ്ട് വാസുവിനെ ഈ പറയുന്ന ദേവസ്വം കമ്മീഷണറാക്കി വെച്ചത് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ്. പിണറായി വിജയന്റെ എല്ലാ ഒത്താശയോടും കൂടി ഇയാളെ ഈ പറയുന്ന ദേവസ്വത്തിന്റെ കമ്മീഷണറാക്കി വെക്കുമ്പോൾ CPM പറഞ്ഞിരുന്ന ന്യായീകരണം എന്ന് പറയുന്നത്, ഈ പറയുന്ന വാസു എന്നാണ് ജുഡീഷ്യൽ കമ്മീഷന്റെ ഒരു ചെയർമാനായി, ജുഡീഷ്യൽ കമ്മീഷന്റെ ഒരു ജുഡീഷ്യൽ സ്ഥാനത്തിരുന്ന, ജഡ്ജിയായി സ്ഥാനത്തിരുന്ന ഒരാളാണ്, അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാളെ പിടിച്ചെന്താക്കിയത്, ദേവസ്വം കമ്മീഷനാക്കിയത്. അതിനുശേഷം പിന്നീട് വീണ്ടും അദ്ദേഹത്തെ ദേവസ്വം കമ്മീഷനാക്കുന്നു. എപ്പോൾ ഈ CPM അധികാരത്തിൽ വന്ന സമയത്ത്, CPM-ന്റെ മുഖ്യമന്ത്രിയായി വരുന്ന സമയത്ത് വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നു, ആ ദേവസ്വത്തിന്റെ കമ്മീഷനാക്കുന്നു. ആ കമ്മീഷനായിരുന്ന സമയത്താണ് ഇത് സ്വർണ്ണമല്ല ചെമ്പാണ് എന്ന് വരുത്തി തീർക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത്. അത് വാസു ഒറ്റയ്ക്ക് ചെയ്തല്ല, ഈ പറയുന്ന ദേവസ്വം ബോർഡിൽ മുഴുവനും അറിഞ്ഞിരുന്നു എന്ന ഗുരുതരമായ കണ്ടെത്തലാണ് ഇപ്പോൾ SIT നടത്തിയത്. അപ്പൊ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇത് SIT എന്ന് പറയുന്നത് കേരള പോലീസ് അല്ലേ, അപ്പൊ സർക്കാർ തന്നെയല്ലേ അറസ്റ്റ് ചെയ്യുന്നത്, അപ്പൊ സർക്കാരിന് ഇതിൽ യാതൊരു കഴിയുമില്ല? അങ്ങനെയാണോ യഥാർത്ഥത്തിൽ? അല്ല. കൃത്യമായിട്ട് ഹൈക്കോടതി ഈ കാര്യത്തിൽ ഇടപെടുകയും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുകയും ചെയ്തുകൊണ്ടാണ് ഇവരൊക്കെ അറസ്റ്റിലാവുന്നത്. അല്ലെങ്കിൽ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം അവസാനിച്ച് ആ കേസ് എങ്ങും എത്താതെ തുലച്ചു കളയുന്ന രീതിയിലേക്ക് CPM പോകുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ദേവസ്വം ബോർഡിന്റെ അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചും അതിൽ നട്ടലുള്ള ചില ജഡ്ജിമാരും ഉള്ളത് കൊണ്ട് മാത്രമല്ലേ ഈ അന്വേഷണം ഇവിടെ എത്തിയത്. ഈ വാസു എന്താ ചെയ്തത്? വാസു കൃത്യമായിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊടുക്കാൻ വേണ്ടി കൊടുത്തയക്കുമ്പോൾ അതിൽ ഉദ്യോഗസ്ഥന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. സുധീഷ് അതിൽ എഴുതുന്നൊരു കാര്യമുണ്ട്, ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ബ്രാക്കറ്റിൽ ഉദ്യോഗസ്ഥർ എഴുതുന്നുണ്ട്, ഇത് മുൻപ് സ്വർണം പൂശിയത് എന്ന് പറയുന്നുണ്ട്. അത് വാസുവിന്റെ കയ്യിലെത്തുമ്പോൾ ആ സ്വർണം പൂശിയത് ഈ ബ്രാക്കറ്റിൽ നിന്ന് വെട്ടിമാറ്റപ്പെടുന്നു. എന്നിട്ട്
ഇത് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി കൊണ്ടുപോകുന്നു, അതായത് ചെമ്പ് ആയി ബന്ധപ്പെട്ട ചെമ്പ് തെളിഞ്ഞ് കാണുന്നത് കൊണ്ട് അറ്റകുറ്റപ്പണികൾക്ക് കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്? അതായത് ഇതിലെ സ്വർണം മുഴുവൻ ഉരുക്കിയെടുത്ത് തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് അത്ര സൗകര്യം ചെയ്തു കൊടുത്തത്. അതിൽ ആ ദേവസ്വം ബോർഡിലെ മുഴുവൻ ആളുകളും അന്നത്തെ ദേവസ്വം ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കുറ്റവാളികളാണ്. CPM-ന്റെ നേരിട്ടുള്ള ഇടപെടൽ മൂലം CPM-ന്റെ AKG സെന്ററിൽ അത്രയധികം സ്വാധീനമുള്ള, മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് അത്രയധികം ആത്മബന്ധമുള്ള, പിണറായി വിജയൻ പലതവണ ഈ പറയുന്ന പല ന്യായീകരണങ്ങളെയും നിയമങ്ങളെയും അതിന്റെ സാങ്കേതികത്വത്തെയും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരാളെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച വാസുവിനെ പോലെ ഒരാൾ അറസ്റ്റിലാകുന്ന സമയത്ത് CPM-ന് ഇതിനേക്കാൾ വലിയൊരു തിരിച്ചടി കിട്ടാനില്ല. ഒരു ഭക്തൻ അവന്റെ പ്രശ്നങ്ങളെ മുഴുവൻ ഉള്ളിലേക്കെടുത്ത് കരഞ്ഞ് അവിടെ കൊണ്ടുപോയി കൊടുക്കുന്ന പൈസ മുഴുവൻ കക്കുന്നതിന് തുല്യമാണ് ഈ പറയുന്ന അയ്യപ്പന്റെ വിഗ്രഹത്തിലെ സ്വർണ്ണമായിക്കോട്ടെ, മേൽക്കൂരയിലെ സ്വർണ്ണമായിക്കോട്ടെ, വാതിലിലെ സ്വർണ്ണമായിക്കോട്ടെ, ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണ്ണമായിക്കോട്ടെ, ഇതൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടുപോകുന്നത്. ഏതെങ്കിലും ഇപ്പം അഴിമതിയൊക്കെ ഇവിടെ നടക്കാറുണ്ട്, നമ്മൾ പല സമയത്തും അഴിമതിയെ പറ്റി പറയാറുണ്ട്. പക്ഷെ ഒരു ഭഗവാന്റെ വാതിലോടെ ഇളക്കി കൊണ്ടുപോകാന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ ഭഗവാന്റെ മേൽക്കൂര അടിച്ചുകൊണ്ട് പോകാന്ന് കേട്ടിട്ടുണ്ടോ? ദ്വാരപാലക ശില്പം, അതായത് ഭഗവാന്റെ കാവൽക്കാരായി നിൽക്കുന്ന ആൾക്കാരാണ് ഈ ദ്വാരപാലകന്മാർ എന്ന് പറയുന്നത്. താന്ത്രികപരമായിട്ട് അത്രയും പ്രാധാന്യമുള്ള പ്രതിഷ്ഠയാണ്. അതിനെ തന്നെ അടിച്ചു മാറ്റിക്കൊണ്ടുപോവുക, ഭഗവാന്റെ കാവൽക്കാർ തന്നെ അടിച്ചു മാറ്റിക്കൊണ്ടുപോയ പിന്നെ സുഖമാണല്ലോ. അയ്യപ്പന്റെ വിഗ്രഹത്തിൽ സത്യസന്ധമായിട്ട് അവിടെ വിഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ ആ വിഗ്രഹത്തിൽ ഇപ്പോൾ ഈ സ്വർണമുണ്ടോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടത്. അത് പരിശോധിക്കാൻ ഇപ്പോൾ തന്ത്രിക്ക് മാത്രമാണ് അകത്ത് കിടക്കാൻ പറ്റുന്നതെന്നുള്ളത് കൊണ്ട് നമുക്കറിയില്ല അതിന്റെ യാഥാർത്ഥ്യം. പഞ്ചലോഹ വിഗ്രഹം എന്നൊക്കെ പറയുന്നു, അയ്യപ്പൻ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സംശയമുണ്ട്. ഇങ്ങനെ അമ്പലം വിഴുങ്ങികളായിട്ടുള്ള ആളുകൾ, ഒരു വിശ്വാസവുമില്ലാത്ത ആളുകളുടെ കയ്യിലേക്ക് അധികാരം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഇതല്ല, ഇതിനപ്പുറവും സംഭവിക്കും. ഇവിടെ എത്രയധികം ഭരണങ്ങൾ വന്നു, ഇവിടെ കോൺഗ്രസ് ഭരിച്ചില്ലേ, ഇവിടെ CPM ഭരിച്ചില്ലേ. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് മാത്രം ഇത്രയധികം തട്ടിപ്പ് നടന്നത് എന്തുകൊണ്ടാണ്? ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ മുരാരി ബാബുവിന്റെ പേരിൽ അയാൾ അടിച്ചു മാറ്റിയതിന് കണക്കുണ്ടോ? അയാൾ ഈ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ തട്ടിപ്പ് നടത്തിയിട്ട് ആ തട്ടിപ്പ് നടത്തിയ മുരാരി ബാബുവിനെ സേഫ് ആക്കി പിന്നീട് തട്ടിപ്പ് നടത്താൻ എവിടെ കൊണ്ടുപോയി വെച്ചു? ശബരിമലയിൽ കൊണ്ടുപോയി വെച്ചു. അതാരാ ചെയ്തത്? ഈ പറയുന്ന CPM-ന്റെ സർക്കാരാണ്. ഇപ്പൊ സർക്കാരിന് കൈ കഴുകാൻ പറ്റില്ലല്ലോ ഈ വിഷയത്തിൽ. ഇപ്പം ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം പഴിചാരി സർക്കാരിനങ്ങ് മാറാമായിരുന്നു. ഇനിയിപ്പോ വാസുവിനെ കൊള്ളാനും വയ്യ തള്ളാനും വയ്യാത്തൊരവസ്ഥയിലായില്ലേ സർക്കാർ? അല്ല, ഓൾറെഡി ഇതില് വാസുവിനെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് ദേവസ്വം കമ്മീഷനാക്കിയതും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കിയതും ഒക്കെ ആരാണ്? CPM ആണല്ലോ. 2 തവണ ദേവസ്വം കമ്മീഷനാക്കിയ ഒരാൾ എന്തിനാ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കിയത്? ആലോചിച്ചൂടെ? CPM-ന് കാര്യങ്ങൾ അവിടെ കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ട ഒരാൾ അവിടെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് വാസുവിനെ അവിടെ വെച്ചു. അങ്ങനെയുള്ള വാസു അവിടെ നിന്ന് അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി CPM ആണ്, ദേവസ്വം മന്ത്രിയാണ്, പിണറായി വിജയനാണ്. ഒരു തരത്തിലും അതിന് ന്യായീകരിക്കാനോ നീതീകരിക്കാനോ പറ്റില്ല. അതിന് നമുക്കിപ്പം ഡയറക്റ്റ് ഇപ്പൊ പിണറായി വിജയനും CPM പറയാൻ ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ നിയമിച്ചു, ഇയാളാണ് അവിടെ നിന്ന് കട്ടത്, ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് കൈ കഴുകാൻ പറ്റുമോ? ഇല്ല, ഉത്തരവാദിത്തമുണ്ട്. അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പോലും രാജിവെക്കേണ്ട അവസ്ഥയിലേക്ക് CPM വരുന്നുണ്ട്. പക്ഷെ അവർ ചെയ്യില്ല. അവരെ ലോകം ഇടിഞ്ഞു വീണാലും ഞാനിപ്പോൾ ആലോചിക്കുന്നതല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഇനി maybe CPM പരാജയപ്പെട്ടാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേര ഒഴിയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. സത്യമായിട്ടും ആ കാര്യത്തിൽ വരെ എനിക്ക് സംശയമുണ്ട്. കാരണം അതുപോലും അദ്ദേഹത്തിന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഒരു തരത്തിലും രാജിയൊന്നും വെക്കാൻ പോകുന്നില്ല. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത്രയ്ക്ക് വലിയൊരു അപമാനം വരാനില്ല. അത്രമേൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഭഗവാന്റെ സ്വർണം അടിച്ചു മാറ്റി കൊണ്ടുപോയതിൽ CPM-കാരനായ വാസു അതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നു. ഇനി അടുത്ത അറസ്റ്റിലേക്ക് പോകുന്നത് പത്മകുമാറിൻ്റെതാണ്. പത്മകുമാറിന്റെ മകനുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസുണ്ട്. യോഗദണ്ഡും സ്വർണം പൂശിയ രുദ്രാക്ഷവും ഒരു തരത്തിലുള്ള നിയമത്തിന്റെ ഒരു പ്രാധാന്യവുമില്ല, അതല്ലെങ്കിൽ സുരക്ഷിതത്വമില്ലാതെ സ്വന്തം ഇഷ്ടത്തിൽ ഈ പറയുന്ന പത്മകുമാർ ആർക്കെടുത്തു കൊടുത്തു? മകനെടുത്തു കൊടുത്തു. എന്നാൽ എൻ്റെ മകൻ എടുത്തു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നന്നാക്കി കിട്ടുമെന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടുഭാഷയിലൊക്കെ പറയല്ലോ, അവന് കൊടുത്താൽ പെട്ടെന്ന് നന്നാക്കി കിട്ടും. അതുപോലെ എൻ്റെ മകന് കൊടുത്താൽ അത് പെട്ടെന്ന് നന്നാക്കി തരും, അത് പെട്ടെന്ന് അതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം നടത്തി അത് തിരികെ തരും എന്ന ന്യായീകരണം പറഞ്ഞുകൊണ്ടാണ് പത്മകുമാർ ഇത് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ആർക്കാണ് വിശ്വസിക്കാൻ കഴിയുക? ശബരിമല പോലത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം, അവിടെ ദേവസ്വം ബോർഡ് പോലത്തെ ഒരു വലിയൊരു സംവിധാനം, അവിടെ അത്രയും പോലീസ് സംവിധാനം, ദേവസ്വം വിജിലൻസ്, ഇനി അതുമല്ല അവിടെ പോലീസിന്റെ തന്നെ നേരിട്ടുള്ള നിയന്ത്രണമുണ്ട്. ഈ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കവച്ചു വെച്ചുകൊണ്ട് ഈ ഓരോ മനുഷ്യന്മാർ മാലയിട്ട് വ്രതമെടുത്ത് പുലർച്ചെ 5 മണിക്ക് കുളിച്ച് ഈ ഭക്ഷണം വരെ ചുരുക്കി കൃത്യമായി അയ്യനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ പോയി കല്ലും മുള്ളും ചവിട്ടി അവിടെ കയറി എത്തി കഷ്ടപ്പെടുമ്പോൾ ഇവന്മാർ ഇതിൻ്റെ അകത്ത് കയറി ഇരുന്നിട്ട് അയ്യപ്പനെ വരെ തൂക്കി വെക്കാനുള്ള വൃത്തികേട് കാണിക്കുമ്പോൾ ഇതിനെതിരെ എന്താണ് പറയേണ്ടത്?
കേരളത്തിലെ ഭക്തജനങ്ങൾക്ക് ഞാൻ പറയാം, ഇതൊരു മറ്റൊരു മതസ്ഥാപനത്തിലാണ് ഇത് സംഭവിച്ചതെങ്കിൽ കേരളം എന്താകുമായിരുന്നു? കേരളത്തിൽ ഇന്ന് എന്താകുമായിരുന്നു അവസ്ഥ നമ്മൾ ആലോചിക്കണ്ടേ? പക്ഷേ ഹിന്ദു എന്ന് പറയുന്ന ഒരു, അല്ലെങ്കിൽ ഭക്തജനങ്ങൾ, ഹിന്ദു എന്ന് ഞാൻ പറയുന്നില്ല, ഭക്തജനങ്ങൾക്ക് വിവേകമുള്ളത് കൊണ്ടും ഇത് കേരളമായതുകൊണ്ടും മാത്രമാണ് ഇപ്പം ഇതിങ്ങനെ നിൽക്കുന്നത്. പക്ഷേ CPM ചെയ്തിരിക്കുന്നത് അങ്ങേയറ്റത്തെ ചതിയാണ്. അവർക്ക് വലിയ തരത്തിലുള്ള ഉത്തരവാദിത്തമുണ്ട്. വാസുവിനെ ഇവിടെ നിയമിച്ചത് CPM ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് പിണറായി വിജയനാണ്. പത്മകുമാറിന്റെ മകനിലോ ഇത് അവസാനിക്കില്ല. ഇതിൽ മുൻപ് 2 ദേവസ്വം ബോർഡ് മന്ത്രിമാരായിരുന്ന ആൾക്കാർക്കും ഇതിൽ പങ്കുണ്ട്. അവരെ നിയമിച്ച ആളുകൾക്കും അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് വലിയ തരത്തിലുള്ള കൊള്ളയും കാട്ടുകൊള്ളയുമാണ് ഭഗവാനെ തൂക്കി വിൽക്കാൻ നടക്കുന്നത്. നമ്മുടെ കേരളത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കൊള്ള എന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. നാണമുണ്ടെങ്കിൽ ഈ പറയുന്ന പിന്നെ എന്താണ് CPM-ഉം അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെ ന്യായീകരിക്കാൻ നിൽക്കരുത്. ഈ പറയുന്ന ഉമ്മൻചാണ്ടിയെ സോളാർ കേസിനകത്തിട്ട് പൊരിച്ചപ്പോൾ പാവപ്പെട്ട ആ മനുഷ്യനെ എന്തെല്ലാം അശ്ലീലം കൊണ്ട് മൂടിയപ്പോൾ അന്ന് പറഞ്ഞ ന്യായീകരണങ്ങൾ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പിണറായി വിജയനും ആ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ CPM-നും അതൊക്കെ ന്യായീകരണമാണ്. അന്ന് ജോപ്പനെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? അതേപോലെ ഇപ്പം മുഖ്യമന്ത്രിയുടെ പിന്നെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്ത് അയാൾ ഇപ്പോൾ ജോലിയില്ലാതെ ഇരിക്കുകയാണ്. അതുമുതൽ ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ള വരെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഭയാനകമായ തട്ടിപ്പിന്റെ വേർഷനാണ്. ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് കേരളത്തെ കൊണ്ടുപോയി എത്തിക്കും. അതുകൊണ്ട് നാണമുണ്ടെങ്കിൽ ഇവർ രാജിവെച്ച് പോകും.